സിനിമയുടെ തുടക്കത്തിൽ ഒരു പൈലറ്റിനെയാണ് കാണുന്നത്. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ ബോണി. അവൻ്റെ മകളെ വീഡിയോ കോൾ ചെയ്യുകയാണ്. അങ്ങനെ ബോണി ഇപ്പോൾ പറയുന്നു, ഞാൻ എൻ്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ വീണ്ടും വിളിക്കാമെന്ന് അവൻ്റെ മകളോട് പറയുന്നു. അതിനുശേഷം അവൻ ഇപ്പോൾ അവൻ്റെ പ്ലെയിനിലേക്ക് പോവുകയാണ്. അവനാണ് ക്യാപ്റ്റൻ. അവൻ്റെ കൂടെ ഒരു കോ പൈലറ്റുമുണ്ട്. അങ്ങനെ അവർ പോകേണ്ട വഴിയൊക്കെ സെറ്റ് ചെയ്യുന്നു, അതായത് റൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നു. കൂടാതെ കാലാവസ്ഥയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. അപ്പോൾ അവൾ പറയും, ക്യാപ്റ്റൻ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോന് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ വന്ന ആളുടെയൊക്കെ പോകും. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു പോലീസ് ഓഫീസറാണെന്ന്. അവരൊരു കള്ളനെയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ആദ്യം ഹീറോ കള്ളനെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ലായിരുന്നു. പിന്നീട് പോലീസ് ഓഫീസർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോ സമ്മതിക്കുന്നു. അതിനുശേഷം അവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്, അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്യേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ യാത്രക്കാരൊക്കെ കള്ളനെയാണ് ശ്രദ്ധിക്കുന്നത്, അതായത് ഈ പ്ലെയിനിലുള്ളവരൊക്കെ കള്ളനെയാണ് നോക്കുന്നത്. അങ്ങനെ ഹീറോ ഇപ്പോൾ പ്ലെയിന് കൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു വ്യത്യസ്തമായ കാലാവസ്ഥ, പ്ലെയിനിന് എന്തൊക്കെയോ കുലുക്കങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഹീറോ അവൻ്റെ ഹെഡ് ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതൊന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് പ്ലെയിനിൻ്റെ കുലുക്കം കൂടി വരികയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ അത് ഓട്ടോയിലാക്കിയിട്ട് യാത്രക്കാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഹീറോന് ആ കുലുക്കത്തിൽ ഒരു അപകടം സംഭവിക്കുകയാണ്. ആ അപകടത്തിൽ ഹീറോന് ചെറിയ മുറിവുണ്ടാകുന്നു. പിന്നീട് ഹീറോ മാനുവലിലാക്കിയിട്ട് ഇപ്പോൾ കോ പൈലറ്റിനോട് പറയുന്നു, നമുക്കെങ്ങനെയെങ്കിലും പ്ലെയിന് ലാൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകും, എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹീറോ റഡാറിലും റേഡിയോയിലൊക്കെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടുന്നില്ല. അവരിപ്പോൾ പോകുന്നത് കടലിന് മുകളിൽ കൂടിയാണ്, അതായത് അതുകൊണ്ട് തന്നെ ലാൻഡൊന്നും ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കോ പൈലറ്റ് അതൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഓഫീസറെ കാണുന്നു. അവരാർക്കും മെസ്സേജ് ചെയ്യുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ പെട്ടെന്നുള്ള കുലുക്കത്തിൽ അവരുടെ ഫോൺ നിലത്ത് വീഴുന്നു. അങ്ങനെ അതെടുക്കാൻ അവർ സീറ്റ് ബെൽറ്റ് മൂരി പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് പറയും, സർ ദയവായി സീറ്റ് ബെൽറ്റ് ഇടൂ എന്ന്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു കുലുക്കത്തിൽ അവർ രണ്ടുപേരും മരിച്ചു പോവുകയാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസറും അതിലുണ്ടായിരുന്ന പെൺകുട്ടിയും മരിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോനെയാണ് കാണുന്നത്. ഹീറോ ഇപ്പോൾ പ്ലെയിൻ ഓടിക്കുകയാണ്. അപ്പോൾ അവർ കടലിൽ നിന്നും കുറച്ച് ദൂരെ ഒരു ദ്വീപ് കാണുന്നു. അത് കണ്ടതും അവർക്ക് കുറച്ചു ആശ്വാസം തോന്നി. കടലിൽ നിന്നും കുറച്ചേ ആ ദ്വീപിലേക്കുള്ളൂ. ഇപ്പോൾ ഹീറോ എങ്ങനെയെങ്കിലും ആ ദ്വീപിലെത്തണമെന്നാണ് ഹീറോന്. അപ്പോൾ അവരിങ്ങനെ പോവുകയാണ്. അങ്ങനെ കടലിൻ്റെ മേലെ കൂടിയാണ് അവർ പ്ലെയിനും എടുത്ത് പോകുന്നത്. ഒടുവിൽ അവർ ചെറിയൊരു പാത കാണുന്നു. അങ്ങനെ ആ പാതയിലേക്ക് പ്ലെയിന് മെല്ലെ ഇറക്കുകയാണ്, താഴോട്ടേക്ക് ഇറക്കുന്നു. അങ്ങനെ പ്ലെയിന് അവിടെ ലാൻഡ് ആയിരിക്കുകയാണ്. ഹീറോവും കോ പൈലറ്റും മറ്റ് യാത്രക്കാരും ജോലിക്കാരൊക്കെ ഇപ്പോൾ സേഫായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ശരിക്കുമുള്ള അപകടം അവിടെ വെച്ചാണ് തുടങ്ങുന്നത്, അതായത് ആ ദ്വീപിൽ വെച്ച്. അങ്ങനെ അവിടെ എത്തി എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കുന്നു. പിന്നീട് കാണുന്നത് ഒരു പെൺകുട്ടിയാണ്, അതായത് ആദ്യം കണ്ടില്ലേ അവളിപ്പോൾ പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്നും ഒരു കീ എടുക്കുന്നു, അതായത് ആ കള്ളൻ്റെ ഹാൻഡ് കഫിൻ്റെ കീ ആണത്. പിന്നീട് കാണുന്നത് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അങ്ങനെ ആ ഫ്ലൈറ്റ് കാണാത്തത് അവരൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ അവർ ഫ്ലൈറ്റിനെ പറ്റി തിരയാൻ തുടങ്ങി. ഒടുവിൽ അവർ കണ്ടെത്തുകയാണ് ആ ഫ്ലൈറ്റ് ഒരു ദ്വീപിൽ കുടുങ്ങിയിട്ടുള്ള കാര്യം. അങ്ങനെ അവർ ആ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ്. ഈ സമയം ആ പെൺകുട്ടിയെ കാണുന്നു. അങ്ങനെ ആ കീ നമ്മുടെ ഹീറോന് കയ്യിൽ കൊടുക്കുകയാണ് ആ പെൺകുട്ടി. എന്നിട്ട് ഹീറോ പറയും, അവനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അവനെ മറ്റുള്ള യാത്രക്കാരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഹീറോ മറ്റുള്ള യാത്രക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് പറയുന്നു, നിങ്ങളാരും പേടിക്കണ്ട, നമ്മളിപ്പോൾ ഒരു ദ്വീപിലാണുള്ളത്, നമ്മളെ രക്ഷിക്കാൻ എങ്ങനെയെങ്കിലും റെസ്ക്യൂ ടീം വരുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് യാത്രക്കാർക്ക് കുറച്ചുനാൾ നിൽക്കാൻ വേണ്ടി ഒരു ഷെഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിനകത്ത് പോയിട്ട് രണ്ട് മരിച്ചവരില്ലേ പോലീസ് ഓഫീസർ അവരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ഹീറോ പോലീസ് ഓഫീസറുടെ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുകയാണ്, അതായത് ആ കള്ളനെ പറ്റിയുള്ള റിപ്പോർട്ടാണത്. കള്ളൻ്റെ സാധനങ്ങളൊക്കെ അതിലുണ്ട്. അങ്ങനെ അതിൽ നിന്നും ഹീറോനൊരു കാര്യം മനസ്സിലാകുന്നു, അതായത് ആ കള്ളനൊരു എക്സ് മിലിറ്ററി ഓഫീസറാണെന്നുള്ള കാര്യം. പിന്നീട് ഹീറോവും പിന്നെ കോ പൈലറ്റും കൂടി ആ ദ്വീപിനെ പറ്റി കൂടുതൽ അറിയുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് അതൊരു നരകദ്വീപാണ്, അവിടെ ഭരിക്കുന്നത് കൊള്ളക്കാരാണ്, മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഹീറോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യേണ്ട ഉപകരണം കിട്ടുമെന്ന് നോക്കാൻ പോകുന്നു. അതിന് വേണ്ടി യാത്രക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഹീറോയുടെ കൂടെ ആ കള്ളനെയും കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഹാൻഡ് കഫൊക്കെ റിലീസ് ചെയ്ത് അവനെയും ഹീറോൻ്റെ കൂടെ കാട്ടിലേക്ക് കൂട്ടുകയാണ്.
ഇപ്പോൾ കൊള്ളക്കാരുടെ ഗ്യാങ്ങിന് ഇവരുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡായ കാര്യം അറിയുകയാണ്. ഇതേ സമയം ഹീറോ ഇപ്പോൾ കുറേ ദൂരം കാട്ടിലേക്ക് നടന്നെത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് ഹീറോൻ്റെ കൂടെ വന്ന ആ കള്ളനെ മിസ്സായി പോകുന്നു. അവൻ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഹീറോ കുറച്ച് ദൂരം നടന്നു പോകുമ്പോൾ അവൻ്റെ മുന്നിലൊരു ചെറിയ ബിൽഡിങ് കാണുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് ഫോണ് കാണുന്നു. അങ്ങനെ അത് വെച്ച് ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിക്കുമ്പോൾ അവന് കണക്റ്റ് ആവുന്നില്ലായിരുന്നു. പിന്നീട് ഹീറോ അവൻ്റെ മകളെ വിളിക്കുകയാണ്. അങ്ങനെ മകളെ വിളിച്ചിട്ട് പറയുന്നു, നീ വേഗം ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഈ ദ്വീപിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അറിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കൊള്ളക്കാരുടെ ടീം എത്തുന്നു. എന്നിട്ട് ഹീറോനെ ആക്രമിക്കുന്നു. അങ്ങനെ ഹീറോ കുറച്ച് നേരത്തെ ഫൈറ്റിന് ശേഷം അവരെയൊക്കെ തകർക്കുന്നു. അപ്പോൾ ഹീറോനെ സഹായിക്കാൻ ആ കള്ളനും ഉണ്ടായിരുന്നു. അങ്ങനെ കള്ളൻ ഹീറോന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം കോ പൈലറ്റ് ഫ്ലൈറ്റിലുള്ള എൻജിൻ റെഡിയാക്കുന്നു. എന്നാൽ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരൊക്കെ ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അവർക്ക് കുറച്ച് പണവും നൽകുന്നു. ഇപ്പോൾ ഹീറോവും കള്ളനും കൂടി ആ ബിൽഡിംഗ് ഒക്കെ തിരയുമ്പോൾ അവിടെ വെച്ച് ഒരു പാസ്പോർട്ടും പിന്നെ ഒരു ക്യാമറയും കിട്ടും. അങ്ങനെ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ അവർ ചെക്ക് ചെയ്ത് തിരിച്ചു മടങ്ങുകയാണ്, അവിടെയുള്ളൊരു കാറും എടുത്ത്. ഇതേ സമയം അങ്ങോട്ടേക്ക് കൊള്ളക്കാരുടെ വേറൊരു ഗ്യാങ് എത്തുന്നു. അങ്ങനെ അവർ കോ പൈലറ്റിനെ പിടിച്ചിട്ട് എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും ലിസ്റ്റ് തരാൻ പറയുന്നു. അങ്ങനെ കൊള്ളക്കാരെ ഭയന്ന് കോ പൈലറ്റ് ആ ലിസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ കൊള്ളക്കാർ ചോദിക്കുന്നു ക്യാപ്റ്റൻ എവിടെയെന്ന്. എന്നാൽ ഇതൊക്കെ ദൂരെ നിന്ന് ഹീറോയും കള്ളനും കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കോ പൈലറ്റ് പറയും ക്യാപ്റ്റൻ എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടി കാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന്. എന്നാൽ കുറച്ച് യാത്രക്കാർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരെ ആ കൊള്ളക്കാർ കൊല്ലുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഒരു ബസ്സിൽ കാറ്റി അവരുടെ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കുറച്ച് കൊള്ളക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മുടെ ഹീറോ അവരോട് ഫൈറ്റൊക്കെ ചെയ്തിട്ട് അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു കൊള്ളക്കാരനോട് ചോദിക്കുന്നു. അപ്പോൾ ഹീറോന് ആ സ്ഥലം മനസ്സിലാകുന്നു. അവനങ്ങനെ മാപ്പിലൊക്കെ അടയാളപ്പെടുത്തി അവൻ്റെ ഷർട്ടിൽ ഞാൻ യാത്രക്കാരെ രക്ഷിക്കാൻ ഇന്നേ വില്ലേജ് പോവുകയാണെന്ന് പറഞ്ഞ് ആ ഷർട്ട് അവിടെ വെക്കുന്നു. എന്നിട്ട് അവൻ്റെ ID കാർഡും അവിടെ വെക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ആ വില്ലേജിലേക്ക് പോകുന്നു. ഇതേ സമയം അവർ എവിടെയാണെന്ന് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളവർക്ക് കണ്ടുകിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോൻ്റെ മകൾ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ ഇപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീം അങ്ങോട്ടേക്ക് എത്തുന്നു, അവരുടെ ദ്വീപിലേക്ക്. അങ്ങനെ അവർ ദ്വീപിലെത്തിയിട്ട് ഇപ്പോൾ അവരുടെ പ്ലെയിനകത്ത് കയറി ചെല്ലുമ്പോൾ ആ ഷർട്ട് കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അവരെവിടെയാണ് ഉള്ളതെന്ന്. അങ്ങനെ സ്പെഷ്യൽ ടീമും അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ കൊള്ളക്കാർ എല്ലാ യാത്രക്കാരെയും ഒരു സെല്ലിൽ അടയ്ക്കുന്നു. ഈ സമയം ഹീറോവും കള്ളനും കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ട് എല്ലാ കൊള്ളക്കാരെയും കൊല്ലുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കൊള്ളക്കാരെയും കൊല്ലുന്നതിന് ശേഷം അവരിലെ ഒരാളിൽ നിന്നും ആ കീ എടുക്കുകയാണ്. അതായത് ആ സെല്ലിൻ്റെ കീ എടുക്കുന്നു. എന്നിട്ട് എല്ലാ യാത്രക്കാരോടും പറയുന്നു നമ്മളെല്ലാവരും ഇവിടെ നിന്നും ഉറപ്പായും രക്ഷപ്പെടും, നിങ്ങൾ ഈ ബസ്സിൽ കയറൂ, നമുക്ക് ഈ ബസ്സിൽ തന്നെ രക്ഷപ്പെടാമെന്ന്. അങ്ങനെ ഇപ്പോൾ ആ കള്ളൻ ഹീറോയോട് പറയുന്നു നമ്മളിവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് തിരിയും, ഞാൻ അവരെ എന്നിൽ ആകർഷിപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന്. അപ്പോൾ ഹീറോ പറയും നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി അവരോട് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ കൊള്ളക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഹീറോ കൊള്ളക്കാരുടെ തലവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവൻ പറയുകയാണ് ഇതെൻ്റെ ദ്വീപാണ്, ഇവിടെ നിന്നും ആര് രക്ഷപ്പെടണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നിട്ട് ഹീറോനെ ആക്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് സ്പെഷ്യൽ ടീം എത്തുന്നത്. അങ്ങനെ സ്പെഷ്യൽ ടീം എത്തിയതും ഹീറോനെ രക്ഷിച്ചിട്ട് ആ ബസ്സിൽ നിന്നും അവരെല്ലാവരും രക്ഷപ്പെട്ടിട്ട് ആ പ്ലെയിന് നിൽക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ടീം പറയുകയാണ് നമ്മളെങ്ങനെയെങ്കിലും 24 മണിക്കൂർ ഇവിടെ സർവൈവ് ചെയ്യണം, അപ്പോഴേക്കാണ് റെസ്ക്യൂ ടീമൊക്കെ വരിക, എന്നിട്ട് നമ്മളെ രക്ഷിക്കുമെന്ന്. അപ്പോൾ ഹീറോ പറയുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, നമുക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകാം, ആ ഫ്ലൈറ്റ് റെഡിയാക്കി അതിൽ തന്നെ നമുക്ക് വീട്ടിൽ പോകാം, നമ്മൾ എന്തായാലും ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്ന്. അങ്ങനെ ഇപ്പോൾ അവർ ഫ്ലൈറ്റ് റെഡിയാക്കി പോവേണ്ട ഇതിലാണ്. ഹീറോ എല്ലാവരോടും പറയുന്നു ഫ്ലൈറ്റിൽ കയറാൻ. അങ്ങനെ എല്ലാ യാത്രക്കാരും ഫ്ലൈറ്റിനകത്തേക്ക് പോവുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് കൊള്ളക്കാരെത്തുന്നു. അങ്ങനെ കൊള്ളക്കാരെത്തിയതും സ്പെഷ്യൽ ടീമും പിന്നെ കള്ളനും ആ കൊള്ളക്കാരും തമ്മിൽ ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ ഹീറോ നമ്മുടെ സ്പെഷ്യൽ ടീമിൻ്റെയോടും പിന്നെ കള്ളനോടും പറയുന്നു നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റിലെത്തണം, അതായത് ഫ്ലൈറ്റ് സ്റ്റാർട്ടാക്കി 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഫ്ലൈറ്റിലെത്തണമെന്ന് പറയുന്നു. അപ്പോൾ കള്ളൻ പറയുന്നു ഓക്കെ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ഇപ്പോൾ ഫ്ലൈറ്റിനകത്തേക്ക് പോകുന്നു. അങ്ങനെ അവൻ ഫ്ലൈറ്റിനകത്തേക്ക് എത്തിയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എൻജിൻ സ്റ്റാർട്ടാക്കുന്നു. അതിനു മുമ്പേ അവൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചിട്ട്
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യം പറയുന്നു. അങ്ങനെ ഇപ്പോൾ കള്ളൻ അവൻ്റെ ബുള്ളറ്റ് തീർന്നിട്ട് സ്പെഷ്യൽ ഓഫീസറുടെ വണ്ടിയിലുള്ള ഒരു ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിറയെ പണം. ആ പണം കണ്ട ഉടനെ അവൻ ആ പണവും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നു, എന്നാൽ കള്ളൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. സ്പെഷ്യൽ ഓഫീസറൊക്കെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. അവൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കൊള്ളക്കാർ ഫ്ലൈറ്റിൻ്റെ വിങ്സ് തകർക്കാൻ വേണ്ടി ഒരു വലിയ ബീരങ്കിയും എടുത്തിട്ട് ഫ്ലൈറ്റിന് മുമ്പിൽ പോകുന്നു. എന്നാൽ അപ്പോഴാണ് അവരുടെ കൂടെയുള്ള കള്ളൻ, അതായത് ആ പണവും എടുത്ത് മുങ്ങി എന്ന് പറയുന്ന കള്ളൻ ആ കൊള്ളക്കാരനെ ഷൂട്ട് ചെയ്യുന്നത്. ഇതേ സമയം ഹീറോ ഫ്ലൈറ്റിനെ ടേക്ക് ഓഫ് ചെയ്യുന്നു. ആ വാഹനത്തെയൊക്കെ തകർത്തിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ മുകളിലേക്ക് പോകുന്നു. എന്നാൽ ഫ്ലൈറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. അപ്പോൾ ഹീറോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോൾ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഹീറോന് ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ അത് സ്ലോ ആയിട്ട് ലാൻഡ് ചെയ്യുന്നു, ഹീറോവും കോ പൈലറ്റും കൂടി. അങ്ങനെ അവർ പ്ലെയിന് വളരെ സുരക്ഷയോടെ ലാൻഡ് ചെയ്യുന്നു. എല്ലാവരും ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോനെ എല്ലാ യാത്രക്കാരും അഭിനന്ദിക്കുന്നു. അപ്പോൾ അവിടേക്ക് റെസ്ക്യൂ ടീമൊക്കെ വന്ന് എല്ലാവർക്കും വേണ്ട മെഡിക്കലൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഹീറോ പ്ലെയിനിൻ്റെ സ്റ്റെപ്പിൽ നിന്നും അവൻ്റെ മകളെ വിളിക്കുകയാണ്. അതോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു.